ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 കൈപ്പിടി നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില കഴുകിയിട്ട് ഒരു കോട്ടൺ തുണിയിലോ ടർക്കിയിലോ നിരത്തിയിട്ടിട്ട് ഫാൻ്റെ അടിയിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം പോയിട്ട് ഡ്രൈ ആയി കിട്ടും. ആദ്യം തന്നെ കറിവേപ്പില ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കറിവേപ്പില റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ ചീനച്ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നല്ലെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റായി കിട്ടണം. 1 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും ഉഴുന്നുപരിപ്പിന്റെയും കടലപ്പരിപ്പിന്റെയും കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. ഞാനിവിടെ 4 എരിവുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുളിയാണ്, വാളൻ പുളി. ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത വാളൻപുളിയും മുളകും ഒക്കെ ഒന്ന് ചൂടായി കിട്ടും. ഇനി ഇതെല്ലാം ചൂടാറാനായിട്ട് മാറ്റിവെക്കുകയാണ്. ഇനി അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ 4 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെളുത്തുള്ളി എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതും ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിന്റെ പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചെടുത്തിട്ടുള്ളത്, തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി ചൂടാറാനായിട്ട് ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഒരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി പറയാം. ഒരു ബൗളിലോട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ചമ്മന്തി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാതെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കറികളിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും ആരും തന്നെ അത് കഴിക്കാറില്ല, എടുത്ത് കളയാറാണ് പതിവ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്